നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് വൈശാഖനാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയായിട്ടുള്ള മാർക്കോ തന്നെയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംസാര വിഷയം എന്ന് പറയുന്നത് ഈ ഒരു മാർക്കോ മൂവി തന്നെയാണ്. ഇതിന് മാത്രം ഈ മൂവിയെ പറ്റി ഇത്ര ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല. ഇതിനകത്ത് പലരും പലതരത്തിൽ റിവ്യൂസ് ഇടുന്നുണ്ട്. അതായത് ചിലർ ഇതിൻ്റെ നെഗറ്റീവ് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിവ്യൂ ചെയ്യുന്നു, ചിലർ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തി പറയുന്നു, ചിലർ പോസിറ്റീവ്സ് പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പല വിവാദങ്ങൾക്കും ഈ സിനിമ വഴിവെച്ചിട്ടുണ്ട്. അതായത് ഈ സിനിമയിൽ വയലൻസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞ് പല ആളുകളും കേസ് വരെ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്കെതിരായിട്ട്. അതുപോലെ കുട്ടികളെ കൂട്ടി തിയേറ്ററിൽ പോകുന്നുണ്ട് ഈ സിനിമ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല, കുട്ടികളെ കൊണ്ടുപോകുന്നത് തന്നെ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്നാണ് പലരും പറയുന്നത്. ഇത്രയൊക്കെ വിവാദമാക്കേണ്ട എന്ത് ആവശ്യമാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂവിയിൽ വയലൻസ് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. ഈ മൂവി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വയലൻസ് യൂസ് ചെയ്യുന്ന മൂവിയാണ്. പക്ഷേ ഈ സിനിമയുടെ നിർമ്മാതാക്കളായാലും നടന്മാരായാലും അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വയലൻസ് ബേസ്ഡ് സിനിമയാണ്. ഈ മൂവിയിൽ വയലൻസ് ഞങ്ങൾ നല്ലോണം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, വയലൻസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് സിനിമ നായകനായിട്ട് ഉണ്ണിമുകുന്ദനായാലും ഇതിൻ്റെ നിർമ്മാതാക്കളായാലും ഡയറക്ടറായാലും എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഈ സിനിമയിൽ ഞങ്ങൾ വയലൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പം താല്പര്യമുള്ളവർ മാത്രം കാണാൻ വന്നാൽ മതി എന്നൊക്കെ അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വയലൻസ് കാണാനായിട്ട് നല്ല മാനസിക നില ഉള്ളവർ മാത്രം വന്നാൽ മതി, ഭയങ്കര ഹൃദയരായിട്ടുള്ളവരൊന്നും കാണാൻ വരണ്ടെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, അത് മൂവിയിൽ പടം വന്ന ശേഷം നല്ലോണം വയലൻസ് കാണിക്കുന്ന ഒരു മൂവി തന്നെയാണത്. അപ്പം അങ്ങനെയുള്ളപ്പം അത് കാണാൻ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പ്രേക്ഷകനാണ്. ഏതായാലും ഒരുപാട് പ്രേക്ഷകർ ആ സിനിമ കാണാൻ പോയിട്ടുണ്ട്. സിനിമ നല്ല രീതിയിൽ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പം ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയത്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ച മറ്റോ ആയി. എന്നിട്ടും സിനിമ ഹൗസ്ഫുൾ ആയിരുന്നു. എൻ്റെ നാട്ടിലൊക്കെ സിനിമ നല്ല ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം ആളുകൾക്ക് ഇഷ്ടമാണ് ഈ സിനിമ. ഒരാഴ്ച ഓടുമ്പോൾ തന്നെ പലരും പറഞ്ഞു കേട്ട് ആളുകൾക്ക് അറിവുണ്ടാവുമല്ലോ സിനിമ എങ്ങനെയാണെന്നുള്ളത്. അപ്പം വയലന്റ് സിനിമയാണെന്ന് പറയുന്നതിന് ആളുകൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യമല്ലേ അത്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇതിനെ വിവാദം ഉണ്ടാക്കി ഡിഗ്രേഡ് ചെയ്യുന്നത്? അതിന് എന്ത് ആവശ്യമുണ്ട്? എത്ര കോടി പൈസ മുടക്കിയാണ്, എത്ര കോടികൾ ചിലവാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നത്. അതേപോലെ തന്നെ ആ നടന്മാരായിക്കോട്ടെ, അതിന് സംവിധായകരായിക്കോട്ടെ, അതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും എത്ര കഷ്ടപ്പെട്ട് നടത്തിയ സിനിമയാണിത്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കിയിട്ട് ഇതിനെ ഡീഗ്രേഡ് ചെയ്യോ അല്ലെങ്കിൽ ഡീപ്രമോട്ട് ചെയ്യാനോ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിൻ്റെ ആവശ്യമാണ്? എന്തിനാണ് ഒരു കലയെ നശിപ്പിക്കുന്നത്? സിനിമ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കേരള ചരിത്രത്തിൽ വളരെയധികം നാഴികക്കല്ലുകൾ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു കലയാണ്. അപ്പം സിനിമ എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ്. അപ്പോൾ അങ്ങനെ ഒരു മാധ്യമത്തെ തകർക്കാൻ ഒരു തരത്തിലും നോക്കാൻ പാടില്ല. അത് ഏത് സിനിമയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഇറങ്ങിയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സിനിമയെ പല രീതിയിലും തകർക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ചില യൂട്യൂബേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് റിവ്യൂ മാത്രം കൊടുത്ത് ഇതിനെ പരമാവധി ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ മെയിൻ ഉദാഹരണം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് ആ യൂട്യൂബർ തന്നെയാണ്. വളരെ മോശമായ രീതിയിലാണ് ഈ സിനിമയെ പറ്റി അയാൾ ഈ മൂവി കണ്ടിട്ടുണ്ടോയെന്ന് പോലും അറിയില്ല. എന്നിട്ട് വന്നിട്ടാണ് വളരെ മോശമായ രീതിയിൽ ഇതിനെതിരായിട്ട് സംസാരിച്ചു, ഉണ്ണിമുകുന്ദനെതിരായിട്ടും അണിയറ പ്രവർത്തകർക്കെതിരായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്ര പേരുടെ ഹാർഡ് വർക്കാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. വെറുതെ വന്നിരുന്നിട്ട് വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒന്നിനെയും നമ്മൾ തകർക്കാൻ ശ്രമിക്കാൻ പാടില്ല. പിന്നെ ചില ആളുകൾ ആണെങ്കിൽ ഈ മൂവിക്കെതിരായിട്ട് കേസിന് പോയി. അതായത് വയലൻസിൻ്റെ അതിപ്രസരമുണ്ട്, അപ്പോൾ യുവാക്കൾ വഴിതെറ്റും, കുട്ടികൾ വഴിതെറ്റും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല ആളുകൾ കേസിന് പോയവർ വരെ ഉണ്ട് ഇവർ. അതേപോലെ പേരൻസ് കുട്ടികളെ കൊട്ടി സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ കയറ്റാൻ പാടില്ലാത്തതാണ്, പേരൻസ് കുട്ടികളെ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് അതും സിനിമയ്ക്കെതിരെയാണ് തിരിഞ്ഞത്. തിയേറ്ററിൽ നിന്ന് ഈ സിനിമ മാറ്റിയാൽ മാത്രമേ ഈ സിനിമ കാണാൻ ആളുകൾ പോകാതിരിക്കുള്ളൂ. അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് സിനിമ മാറ്റണം എന്നെല്ലാം പറഞ്ഞ് കേസ് കൊടുത്ത പല ആളുകളുണ്ട്. പക്ഷേ എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ സിനിമ ഇപ്പം നല്ല രീതിയിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ ഇറങ്ങി ഉടനെ തന്നെ കുറേ ആളുകൾ ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു സിനിമയെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച കുറച്ച് പേർ.
അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഈ സീക്രട്ട് ഏജന്റ്. അയാളുടെ പേഴ്സണൽ ഉദ്ദേശം, ഉണ്ണിമോഹനോടുള്ള പേഴ്സണൽ ഉദ്ദേശം തീർക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയെ തകർക്കാനാണ് ശ്രമിച്ചത്. അയാൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഈ സിനിമ കാണാതെ പോലും ഈ സിനിമയ്ക്ക് എതിരായിട്ട് നെഗറ്റീവ് റിവ്യൂ കൊടുത്ത കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒറ്റ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ സിനിമയെ തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. കുറച്ച് നല്ല യൂട്യൂബേഴ്സ് ഇങ്ങനൊരു ഇത്രയും പൈസ മുടക്കിയെടുത്ത ഈ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഈ ഒരു സിനിമ, അതേപോലെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും കൊണ്ടുണ്ടാക്കിയ ഈ ഒരു സിനിമ, ഇത് ഒരു നിമിഷം കൊണ്ട് തല്ലി തകർത്ത് കളയരുത് എന്ന ലക്ഷ്യത്തോടെ അനുകൂലിച്ച് സംസാരിച്ച കുറച്ച് നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ വളരെ മനോഹരമായിട്ട് റിവ്യൂ ചെയ്ത ഒരു യൂട്യൂബറാണ്, അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി സംസാരിച്ച ഒരു യൂട്യൂബറാണ് നമ്മുടെ വളർന്നു വരുന്ന യൂട്യൂബേഴ്സിൽ ഒരു മെയിൻ യൂട്യൂബറായിട്ടുള്ള സ്മൃതി എന്ന് പറഞ്ഞ ആ യൂട്യൂബർ. വളരെ സെൻസിബിളായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് സ്മൃതി ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പം സ്മൃതിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടോ നോക്കാം. ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് ചില ആൾക്കാർക്ക് സംശയം തോന്നും, ഞാൻ വല്ല PR ടീമോ വല്ലോ ആണോ എന്ന്. ഞാൻ ആരുടെയും PR ടീമോ അല്ല, ഫാനും അല്ല, ഉണ്ണിമുകുന്ദന്റെ ഫാനും അല്ല. പക്ഷേ മനഃപൂർവ്വം ഒരാളെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും. നമുക്ക് അതിനകത്ത് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ പൊളിറ്റിക്കലി പല വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് പേഴ്സണൽ ലൈഫ് വേറെ കാര്യങ്ങളായിരിക്കും. പക്ഷേ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? അത് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അദ്ദേഹം മലയാളികൾക്ക് വേറെ സ്മൃതിയെ പോലുള്ള വളരെ സെൻസിബിളായിട്ട് വീഡിയോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ സെൻസിബിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന യൂട്യൂബേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഈ സിനിമ അനാവശ്യമായിട്ട് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതും സ്വന്തം പേഴ്സണൽ വിരോധം തീർക്കാൻ വേണ്ടി പലരും. ഇപ്പം ഉണ്ണിമോഹനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പലരും ആയിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയം എന്താണോ അല്ലെങ്കിൽ അവർ പേഴ്സണലായിട്ട് എന്താണോ അതൊക്കെ നോക്കേണ്ട കാര്യം എന്താണ്? സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമയായിട്ട് കണ്ടാൽ പോരെ. അപ്പം ആ രീതിയിൽ അതിനെ സമീപിച്ചാൽ പോരെ. എന്തിനാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ കലാസൃഷ്ടിയെ നശിപ്പിക്കാൻ നോക്കുന്നത്? അത് മലയാളത്തിൽ തന്നെയല്ലേ അപമാനം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അനാവശ്യ വിവാദം ഉണ്ടാക്കി ദുരുദ്ദേശപരമായിട്ട് സ്മൃതിയെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരായിട്ട് വളരെ നല്ല രീതിയിലാണ് സ്മൃതിയെ പോലുള്ള വളരെ സെൻസിബിളായിട്ടുള്ള യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടുള്ളത്. വളർന്നു വരുന്ന യൂട്യൂബേഴ്സിൽ വളരെ സത്യസന്ധമായിട്ടും സെൻസിബിളായിട്ടും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നല്ല യൂട്യൂബറാണ് സ്മൃതി. അപ്പം ഈ ഒരു മാക്രമോയുടെ കാര്യത്തിൽ സ്മൃതി ചെയ്ത വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വളരെ സെൻസിബിളായിട്ടുള്ള വീഡിയോസാണ്. സ്മൃതിക്ക് ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയുകയാണ്. കൺഗ്രാറ്റ്സ്. കാരണം വളരെ നല്ല രീതിയിലാണ് ഈ മാക്രമോയെ പറ്റി സ്മൃതി സംസാരിച്ചിട്ടുള്ളത്. 2-3 വീഡിയോസ് സ്മൃതി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം വളരെ സെൻസിബിളായിട്ടും വളരെ സത്യസന്ധമായിട്ടുമാണ് സ്മൃതി സംസാരിച്ചിട്ടുള്ളത്. ഈ സിനിമയെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ വയലൻസ് കാണിക്കുന്ന ഒരു മൂവിയാണിത്. അപ്പം വയലൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് കാണാൻ പോകുന്നവർ മാത്രം പോയാൽ മതി. അല്ലാതെ ഇതിൽ എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ പ്രണയമോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കാണാൻ പോകുന്നവർക്ക് ഇതൊരു നിരാശ തന്നെയായിരിക്കും. കാരണം മൂവി നല്ല വയലൻ്റ് മൂവിയാണ്, ഒരു ആക്ഷൻ ത്രില്ലറാണ്, നല്ല ആക്ഷനാണ് കാണിക്കുന്നത്. നമുക്ക് പറയാം ഇതിൽ ഒരു ലോജിക്ക് പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരു നല്ലൊരു ലോജിക് ഉണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല സിനിമ. ഇത് പക്ക ആക്ഷൻ ത്രില്ലറാണ്, പക്ക ഒരു വയലൻ്റ് മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടോയെന്ന് തന്നെ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ മൂവി ചരിത്രത്തിൽ തന്നെ ഇതുപോലത്തെ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അപ്പം വളരെ നല്ല രീതിയിൽ വയലൻസ് യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പം പുതിയ കണ്ടന്റ് വെച്ചുള്ള മൂവീസ് മലയാളത്തിലും പരീക്ഷിക്കപ്പെട്ടെ. എന്നിട്ട് ഏതായാലും ഈ ഒരു പരീക്ഷണം വൻ വിജയമായല്ലോ. ഇപ്പം ഓൾ ഓവർ ഇന്ത്യ ഇത് വളരെ ഹിറ്റായി കഴിഞ്ഞു. എല്ലാ ഭാഷകളിലേക്കും ഇത് ഈ മൂവി ഇറക്കിയിട്ടുണ്ട്. ഓൾ ഓവർ വേൾഡിൽ ഇറക്കി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ മലയാള സിനിമ തന്നെയാണ് ഇവിടെ വിജയിക്കുന്നത്. ഈ മൂവിയുടെ വിജയം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ തന്നെ വിജയമാണ്. കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയെ കൂടുതൽ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സിനിമ അതിന് വലിയൊരു മുതൽക്കൂട്ടായി എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇപ്പം തന്നെ ഈ മൂവി 60 കോടിയോളം കടന്നു കഴിഞ്ഞു കളക്ഷൻ തന്നെ. അപ്പം 100 കോടിയുടെ അടുത്തേക്ക് ഇപ്പോൾ ആകാൻ പോകുന്നു. അപ്പം മലയാള സിനിമയാണ് ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത്. അപ്പം പരമാവധി ഇതുപോലുള്ള മാസ് മൂവികളെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയാണ് വേണ്ടത് മലയാളികൾ. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്ത് ആ മൂവിയിൽ വയലൻസ് കൂടുതലാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത് പരമാവധി പ്രൊമോട്ട് ചെയ്യുക. കാരണം അത് മലയാളത്തിന് തന്നെയാണ് ഗുണം.